അടിപൊളി പടം. നമ്മള് എപ്പോഴും ഇങ്ങനെയുള്ള പടങ്ങള് നമുക്ക് കാണാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പടങ്ങളായിരിക്കും. ബാഹുബലിയൊക്കെ ആണെങ്കിലും. അപ്പൊ പ്രഭാസിന്റെ ഒരു വിസ്മയിപ്പിക്കുന്ന പഠനം, ഗംഭീര പെർഫോമൻസ്, എല്ലാ നടന്മാരും ഒന്നിനൊന്നിന് മെച്ചമാണ്. നമുക്കത് ഒരു വാക്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഒരു ദൃശ്യ വിസ്മയം തന്നെയാണ്. മേക്കിംഗ് ബേസ് ഒന്നും പറയാനില്ല, നമ്മളെ ഞെട്ടിക്കുന്ന മേക്കിംഗ്, ഗംഭീര പരിപാടി. എല്ലാവരും, കമലഹാസൻ ആണെങ്കിലും എല്ലാവരും നന്നായിട്ടുണ്ട്. ടേക്ക് വെച്ചുള്ളെങ്കിലും സൂപ്പർ ആയിട്ടുണ്ട്. ശോഭന ഗംഭീരമായിട്ട്, എല്ലാ ആർട്ടിസ്റ്റുകളും നന്നായിട്ടുണ്ട്. ശരിക്കും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം. മഹാഭാരതം കാണിക്കും, മഹാഭാരത യുദ്ധം കാണിക്കുന്നത് അവിടെ തൊട്ട് തുടങ്ങിയതാണ്. അത് കഴിഞ്ഞൊരു ഇന്റർവെല് കഴിഞ്ഞ് പടം വേറെ ലെവലാവുക. അമിതാഭ് ബച്ചൻ മുതൽ ദുൽഖർ വരെ, അതായത് വെച്ചാൽ സീനിയർ മുതൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ വരെ കയറി തകർത്ത് വാരി. ഒന്നും പറയാനുള്ളൂ, അടിപൊളി പടം തന്നെ. സൂപ്പർ മേക്കിങ്, ബോളിവുഡ് പടങ്ങളുടെ വലിയ മേക്കിങ്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാനേ ഒരു ട്രെയിലറൊന്നും കണ്ടപ്പോ ഒന്നും ഇത്രയൊന്നും ഓർത്തില്ല പടം, പക്ഷെ വേറെ ലെവലായിരുന്നു. സൂപ്പർ അടിപൊളി. ബലിയൊക്കെ പോലെ ഇപ്രാവശ്യം ഇത് ഒന്ന് കിടക്കും. ഇനി ദിനം അയച്ചു പടം വേറെ പറഞ്ഞു. കാരണം ഞാൻ ഇത് ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ദുൽഖർ, അമിതാഭ് ബച്ചൻ അവരുടെ പെർഫോമൻസ്, പിന്നെ ബാഹുബലിത്തെ ചുള്ളൻ, ആ ചുള്ളന്റെ ശരിക്ക് എന്താ പറയാ മോനാവേണ്ടിയിരുന്നു. ഇത് ദുൽഖർ തന്തായത് ആകെ മോശമായി. അവന്റെ മോനായിരുന്നു ദുൽഖർ. അത് അപ്പൊ ഒന്നും കൂടി കിടക്കും. പിന്നെ വില്ലൻ വേറെ ലെവൽ. പക്ഷെ ലാസ്റ്റ് കമലഹാസന്റെ ഒരു ഇതില്ലേ, ഞാൻ പിന്നീട് മനസ്സിലായത് കമലഹാസനാണ്. അയ്യോ, ആയിരിക്കാൻ മനസ്സിലാവും. വൈബ് പടച്ച ഇതാണ് വൈബ്. റോമൊക്കെ സല്യൂട്ട് അടിക്കുന്ന പോലെ ലാസ്റ്റ് ആദ്യം പേടിച്ച്. കാരണം പിന്നെ കഴിച്ചു വരുമ്പോ ആകെ ഞാൻ വിഷമിച്ച കുട്ടീനെ ആ തീയിൽ പറയുമ്പോ ആളേക്കാൻ വയ്യ. കിടക്കാച്ചാൽ വമ്പം കിടക്കാച്ചി. ഞാൻ അടുത്ത പടം തികട്ടി വൈബാവും. ഇന്റെ രണ്ട് മൂന്ന് പടം വരാനുണ്ട്. അത് ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞല്ലോ. ഇവിടെ ഒരാൾ ഇത് തല്ലല്ല, കണ്ട ആൾക്കാർ പറയും എങ്ങനെയുണ്ടെന്ന്. ഞാൻ തല്ലില്ല, കാരണം വന്നായ കണ്ട സത്യം പറയല്ലോ. നീ കണ്ടില്ല? കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ചെറിയ ലാഗ് ഉണ്ടെങ്കിലും സെക്കൻഡ് ഹാഫ് ഇന്റർബ്ലോക്ക് തൊട്ട് അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. പ്രഭാസിന്റെ കുറച്ച് സാധനം, ആ തെലുങ്ക് ഫിലിമിന്റെ ഒരു സാധനം കുറച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. അതൊഴിച്ച് കുറച്ച് അടിപൊളിയായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ കുഴപ്പമില്ല, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അമിതാഭ് ബച്ചന്റെ ക്യാരക്ടർ ആണെങ്കിലും ശോഭന, എല്ലാവരും സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. VFX കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഹോളിവുഡ് ലെവല് എത്തിയില്ലെങ്കിലും കൊള്ളാം, ബോറടിപ്പിക്കില്ല, അടിപൊളിയായിരുന്നു. ചെറിയ ലാഗ് ഫസ്റ്റ് ഹാഫ് മാത്രം, സെക്കൻഡ് ഹാഫ് പ്രഭാസ് വേറെ ലെവലാണ്. പ്രഭാസ് മാത്രമല്ല, ഒരുപാട് മൾട്ടി സ്റ്റാർ പടമാണ്. അത് മാത്രമല്ല, ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പടം വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. മസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. അത് ലാഗായിട്ട് പറയാൻ പറ്റില്ല. അത് ആ കഥ എങ്ങനെ തന്നെ പറഞ്ഞാലേ നമുക്ക് കൺവിൻസ് ആകത്തുള്ളൂ. കുറെ എത്ര പേർക്ക് പുരാണം അറിയാമോ ഒന്നും നമുക്കറിയത്തില്ല. ഇനി ഇത് വരാൻ പോകുന്ന യുഗവും പുരാണവും തമ്മിലുള്ളൊരു കോമ്പിനേഷനാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. മസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. അടിപൊളി പടം, വെറൈറ്റി. അമിതാഭ് ബച്ചനാണ് കിട്ടില്ലേ, ഏതാ രസം. അമിതാഭ് ബച്ചൻ ഏതാ ഫൈറ്റ് എന്നാ, അടിപൊളി. 100 കോടിയൊക്കെ എന്തിന് കൽക്കിക്ക്, അത് വേൾഡ് റിലീസ് ഉള്ളതിന് 100 കോടി ഒന്നും ഒരു ഇതല്ല. ഒരു ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു പടം കണ്ടിട്ടില്ല. ഒരു വെറൈറ്റി, ടോട്ടലി മേക്കിംഗ് എല്ലാം നല്ല സൂപ്പർ, അടിപൊളി.